ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മുടെ കാറ്റലോഗിൽ ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. എല്ലാം ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് ബുക്ക് ചെയ്തോളൂ കേട്ടോ. ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പേയ്മെൻറ്റും ഉടനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒന്നോ രണ്ടോ പ്ലാൻസുകളൊക്കെ ഉള്ളത് ഇപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല. താല്പര്യമുള്ളവർ വേഗം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ടും കൂടെ അയക്കുക കേട്ടോ. നമ്മൾ പ്ലാൻസുകൾ ഈ ആഴ്ച അയക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ടായിരിക്കും പ്ലാൻസുകൾ അയക്കുക കേട്ടോ. പിന്നെ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ പ്ലാൻസുകൾ നമ്മൾ സാധാരണ സെയിൽ ചെയ്യുന്ന പ്ലാൻസുകൾ അറിയാലോ, നല്ല ബുഷി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ഇലകളൊന്നും പൊട്ടാതെ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സാധാരണ കേസിൽ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇലകളൊക്കെ പൊട്ടിയിട്ടുണ്ടാവാം, അത്യാവശ്യം ചെളികളൊക്കെ ഉണ്ടാവാം. കാരണം ഇത് ഒന്നോ രണ്ടോ പീസുകളൊക്കെ ഉള്ളത് നമ്മൾ ഇതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരുമല്ലോ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നതാണ്. അതിനുശേഷം ചിലപ്പോൾ ചിലതൊക്കെ നശിച്ചു പോകും, ചിലത് പിടിച്ച് കിട്ടും. അങ്ങനെയൊക്കെയുള്ള പിടിച്ച് കിട്ടിയേക്കുന്ന പ്ലാന്റ്സുകളൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഇതിപ്പോൾ ക്ലിയറൻസ് സെയിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റും ഒത്തിരി കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ എപ്പോഴും പറയാറില്ല, നേരത്തെയൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അത് കാരണം നമുക്കൊരു 200-300 മുകളിലൊക്കെ ലൈക്കുകളൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ തീരെ ലൈക്കുകളൊക്കെ കുറവാണ്. എല്ലാവരും പേഴ്സണലായിട്ട് കമൻറ്റ് ഇടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു, ചാറ്റ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ കുറവ്. അപ്പോൾ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ ഇടാനായിട്ടൊക്കെ ശ്രമിക്കുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂടുതൽ തന്നെ മണ്ണിലാണ് കേട്ടോ പ്ലാന്റ്സുകൾ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള മണ്ണുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഫിലാഡൻഡ്രോൺ വെറൈറ്റിമ തുടങ്ങിയാലോ. ഇത് ഫിലാഡൻഡ്രോൺ മയോനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇങ്ങനെ സ്റ്റിക്കിൽ കയറുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. എൻ്റെ വലിയ ഇലയിലേക്ക് കുറച്ചും കൂടെ ഇങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. ഇത് 2 പ്ലാന്റാണ് നമുക്ക് സ്റ്റോക്കിലുള്ളൂ. ഈ 2 എണ്ണം കേട്ടോ. 80 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. 80 രൂപ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഈ 2 പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ. 80 രൂപ, 80 റുപ്പീസ്. പിന്നെ നമുക്ക് ഫിലാഡൻഡ്രോൺ തന്നെ ഈ ഫിലാഡൻഡ്രോൺ മൂൺഷൈൻ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി. നമ്മുടെ കാറ്റലോഗിലുള്ള മൂൺഷൈനും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. കാറ്റലോഗിലുള്ള മൂൺഷൈൻ നല്ല വലിപ്പമുള്ള വലിയ ഇലകളാവുന്നതാണ്. ഇത് ചെറിയ ഇലകളാവുന്ന മൂൺഷൈനാണ്. വെറൈറ്റികൾ വ്യത്യാസമുണ്ടല്ലോ, അങ്ങനെയാണ് വരുന്നത്. ഇത് അധികം പെട്ടെന്ന് അങ്ങനെ വലിയ പെട്ടെന്ന് വളർന്ന് സ്റ്റിക്കുമ്പോൾ കയറുന്നതല്ല. ചില ഈ വെറൈറ്റികളൊക്കെ പെട്ടെന്ന് സ്റ്റിക്കുമ്പോൾ കയറുന്ന വെറൈറ്റികളാണ് ഇതൊക്കെ. ഇത് അങ്ങനെ പെട്ടെന്ന് സ്റ്റിക്കുമ്പോൾ കയറാത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 എണ്ണമാണ് സ്റ്റോക്കിലുള്ള കേട്ടോ. ഇങ്ങനെ 2 എണ്ണം. ഇതിന് 120 റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ. 120 രൂപ. ഇത് വേഗത്തിൽ ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ എന്നറിയാലോ. ഇങ്ങനെയൊക്കെ റേറ്റ് കുറഞ്ഞ വെറൈറ്റികളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പ്ലാന്റ്സിന് കേടൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് വേരൊക്കെ വന്ന് നല്ല ഏരിയൽ റൂട്ടൊക്കെ വന്ന് നോക്കിയേ. ഇത് കൊക്കോപീറ്റിൽ വന്നിട്ട് അങ്ങനെ തന്നെ മാറ്റി വെച്ചേക്കണ പ്ലാന്റ്സുകൾ എടുക്കാൻ പറ്റുന്നില്ല. നല്ലോണം വേര് അടിയിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. നല്ല വേരൊക്കെയുള്ള പ്ലാന്റ്സുകളായിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ചെറിയൊരു ഇതുണ്ട്, ഡിഫൻ ബാക്കിയ വെറൈറ്റി. ഇതൊരു 60 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ചെറിയ പ്ലാന്റാണ്. ഇത് ഈ ഒരു സൈസേ ഉള്ളൂ. 60 രൂപ. നല്ല വൈറ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ ഇലകൾ. പിന്നെ ഒരു ഇത് വന്നിട്ടുണ്ട് നമ്മളുടെ ഗോൾഡൻ പോത്തോസ്. ഇത് ഏതോ ഒരു ലോഡിൽ വന്നതാണ്. ഇപ്പം നമുക്ക് സ്റ്റോക്കിലുള്ളതല്ല കേട്ടോ. ഇപ്പം നമുക്ക് സ്റ്റോക്കിൽ ഉണ്ട്. അത് 80 രൂപയുടെയാണ്. ചെറിയ പ്ലാന്റാണ്, ചെറിയ പോട്ടിലുള്ള പ്ലാന്റാണ്. ഇത് കുറച്ചും കൂടെ വലിയ പോട്ടിലുള്ള പ്ലാന്റാണ്. ഇതിന് വരുന്നത് 70 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു ഇതിൽ കേട്ടോ. അത് ഒരെണ്ണം മാത്രമേ സ്റ്റോക്കിലുള്ളൂ കേട്ടോ. പിന്നെ ഒരു ബർക്കിൻ സ്റ്റോക്കിലുണ്ട്. ഈ ഒരു വെറൈറ്റി. ഇത് കണ്ടോ, ബർക്കിൻ. ഈ ഒരു പ്ലാന്റേ ഉള്ളൂ. 120 റുപ്പീസാണ് കേട്ടോ. 120 രൂപ. ഫിലാഡൻഡ്രോൺ ആണ് കൂടുതൽ കാണിച്ചു പോകാം. പിന്നെ നമ്മുടെ ചൈന ഡോള് സ്റ്റോക്കിലുണ്ട്. നമ്മുടെ കാറ്റലോഗിൽ കിടക്കുന്നുണ്ട്. അതല്ല, നമുക്ക് ഇത് തീരെ ചെറുതും വളഞ്ഞതും പുളഞ്ഞതും അങ്ങനെയുള്ള ഇതാണ് വന്നേക്കുന്നത്. നല്ലോണം വേരൊക്കെ വന്നതൊക്കെ എന്താണ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ചെറിയ സൈസാണ്. ചെറുതെന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ചെറുത് ഉള്ളതിൽ. കുറച്ചും കൂടെ വലുപ്പമുള്ളതൊക്കെയാണ്. അപ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ അധികം ഇതില്ലാതെ ഭംഗിയൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ. പോട്ടുകളിലും ഉണ്ടാവും, ചെടികളിലും ഉണ്ടാവും കേട്ടോ. ഇത് നമ്മളുടെ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞിട്ട് അഗ്ലോണിമ വെറൈറ്റിയാണ്. ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഒരെണ്ണം ഉള്ളൂ കേട്ടോ. ഇത് 120 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. പിന്നെ ഇത് നമ്മുടെ സാൻഡ് പേപ്പർ വൈൻ.
ഇത് മണ്ണിലായിരുന്നു കേട്ടോ, ഞാൻ എടുത്ത് പൊക്കിയതാണ്. ഇതാ കണ്ടോ, വേരൊക്കെ നന്നായിട്ടാണ്. ഇത് എന്തോ വേരില്ലാഞ്ഞിട്ട് നമ്മൾ മാറ്റിയിട്ട് നടന്നതായിരുന്നു. ഇപ്പോൾ അതേ വേരൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വേരായിട്ടുണ്ട്. ഇതിപ്പോൾ ഈ സീസണിലൊന്നും അല്ല കേട്ടോ, നേരത്തെ ഒരു 5-6 മാസം മുമ്പ് ഞാൻ പുറത്തേക്കൊക്കെ പോണേക്കാളും മുമ്പ് വെച്ചേർന്ന പ്ലാന്റ് കാണാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കും. 60 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഞാൻ പിന്നെ കുറച്ച് കോട്ട്ലിൻ, റസീന കോട്ട്ലിൻ്റെ വെറൈറ്റികൾ കാണിച്ചു പോട്ടെ. ഇത് വരുന്നത് ഈ ഒരു വെറൈറ്റി കേട്ടോ, നല്ല ഭംഗി ഇത് കാണാനായിട്ട്. വലിപ്പമുള്ള ഇലകളായിരിക്കും കേട്ടോ. ഇതിപ്പോൾ തീരെ കുറഞ്ഞ് വലിപ്പം വന്നിട്ടുള്ളൂ. വലിപ്പം നല്ല വലിപ്പത്തിലേക്ക് വരും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മജന്ത ഷെയ്ഡും കൂടെ ഇങ്ങനെ വരും. ലൈൻസും കൂടെ സൈഡിൽ കൂടെ ബോർഡറായിട്ട് വരുന്ന ആ വെറൈറ്റിയാണ് വരുന്നത്. ഇത് വരുന്നത് റേറ്റ് വരുന്നത് 60 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ, 60 റുപ്പീസ്. പിന്നെ കോട്ട്ലിൻ്റെ അടുത്ത വെറൈറ്റി ഈ ഒരു വെറൈറ്റി വരുന്നത്, ഇതും 60 രൂപ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് ഒരു 2-3 പ്ലാന്റ്സുകളുണ്ട്. ഇത് ഈ പ്ലാന്റും എനിക്ക് തോന്നുന്നു 2-3 പ്ലാന്റ്സ് ഉണ്ട്. പക്ഷെ ഇത് ഈ വലിപ്പം തന്നെ ആയിരിക്കില്ല കേട്ടോ, ചിലത് കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ കറക്റ്റ് ഈ ഒരു സ്ട്രക്ചറിലേക്ക് ഒന്നും വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളത് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഇതെനിക്കൊരു ഇത് 3 ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കോട്ട്ലിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഈ ഒരു ഗ്രീനും എല്ലവും കൂടെ ചേർന്നിട്ടുള്ള നല്ല രസമാണ്. ഇതൊന്നും അധികം പൊക്കം വെക്കാത്തതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചത്. അധികം ഇങ്ങനെ പൊക്കം വെച്ച് പോകാത്ത ഡ്വാർഫായിട്ട് വളരുന്ന ടൈപ്പാണ്. നമുക്ക് ഒടിച്ചൊടിച്ചൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഈ ഒരു സൈസ്, ഇതും 60 രൂപ തന്നെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ കോട്ട്ലിൻ്റെ വേറൊരു വെറൈറ്റി വരുന്നത് ഇതാണ്. നല്ല രസമാണ്. ഇത് ഒടിച്ചൊടിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പോട്ടിൽ നല്ല തിക്കൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് തന്നെ വളർന്നോളൂ. ഇതും 60 രൂപ തന്നെ റേറ്റ് വരുന്നത് കേട്ടോ. ഈ പ്ലാന്റൊക്കെ നല്ല വലുതായിട്ട് വലിയ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. വെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറായിട്ടും നല്ല റെഡ് മെറൂൺ ഷെയ്ഡിലേക്ക് വരും കേട്ടോ. ഈ പ്ലാന്റുകളൊക്കെ വെയിൽ കൊണ്ടാലും കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. ഒരു ഒത്തിരി വെയിലല്ല, നടുത്തുച്ച വെയിലല്ല, ഒരു മോർണിംഗ് ലൈറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് വരും. പിന്നെ തന്നെ ഡ്രസീനയുടെ വേറൊരു വെറൈറ്റി, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഇല വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടൊക്കെ വരുന്നതാണ്. അതൊക്കെ വരുമ്പോഴത്തേക്കും നല്ല റേറ്റ് വരുന്ന പ്ലാന്റ്സുകളാണ്. ഇത് 100 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഈ പ്ലാന്റ്, ഈ സെയിം പ്ലാന്റ് തന്നെയാണ്, ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഇത്രയും കാണിച്ചു പോയില്ലേ. ഇനി ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകൾ കാണിച്ചു പോട്ടെ. ഇനിയിപ്പോൾ ബാക്കിയൊക്കെ ഇൻഡോർ ആണെന്ന് തോന്നുന്നു. ഞാൻ ഈ പ്ലാന്റ് കാണിക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ കണ്ടോളൂ. ഈ സെയിം പ്ലാന്റ് ഇത് കണ്ടോ, ഈ പ്ലാന്റ് ഹോമിലോമിന വെറൈറ്റിയാണ്. ഞാൻ ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെയൊക്കെ ഞാൻ കാണിച്ചു പോകാം. പിന്നെ നമ്മുടെ സാൻസവേരിയ വെറൈറ്റി, സാൻസവേരിയ ബേഡ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രീനും പിന്നെ അതുമോ ഇതാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക, അതിനൊരു പാറ്റേണൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്. ഇത് ഇങ്ങനെ 2 ഇതായിട്ടാണ് വരുന്നത്. ഒരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ നമുക്ക് സ്റ്റോക്കിലുള്ളൂ. ഇത് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ഫേൻ, ഈ ഒരു സൈസിലുള്ള ഫേൻ, നമ്മളുടെ ഇതിൻ്റെ പേര് ഫിഷ് ടെയിൽ ഫേൻ കേട്ടോ, ഫിഷ് ടെയിൽ ഫേൻ. ഇത് കണ്ടോ, ഇങ്ങനെ ഫിഷ് ടെയിൽ പോലെയാണ് ഇരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ഇതിന് റേറ്റ് വരുന്നത് 60 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആവശ്യമുള്ളവർ ഇപ്പം ഞാറ്റുവേലയാണല്ലോ, ഏത് പ്ലാന്റ് നട്ടാലും പിടിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ മേടിച്ച് റേറ്റ് കുറഞ്ഞതൊക്കെ മേടിച്ച് വേഗം തന്നെ സെറ്റ് ചെയ്തോളൂ കേട്ടോ. ഇത് നമ്മുടെ CC പ്ലാന്റ് ഈ ഒരു സൈസിൽ. ഇതെന്നോ പ്ലാന്റുകൾ വന്നപ്പോഴേ വേരില്ലാതൊക്കെ വന്നിട്ട് നമ്മൾ റൈസോമും വേരൊന്നും ഇല്ലാത്ത പ്ലാന്റ്സുകൾ ഒരു കാരണവശാലും സെയിൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സുകൾ മാറ്റി വെക്കും. പിന്നെ എപ്പോഴെങ്കിലും സമയമൊക്കെ കിട്ടുമ്പോഴത്തേക്കും റിപ്പോർട്ടൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വെക്കുന്നതാണ്. ഇത് മണ്ണിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇത് അങ്ങനെ മാറ്റി നട്ടേക്കണ പ്ലാന്റാണ് ഇത് കേട്ടോ. അതായത് ഇങ്ങനെ ഇത്രയും ഇതുണ്ട്, 5 സ്റ്റെമ്മായിട്ട് വരുന്നത്. ചെളിയൊക്കെ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ബ്ലാക്ക് CC സ്റ്റോക്കിൽ ഇതുണ്ട്. ഈ സെയിം പ്ലാന്റ് തന്നെ കേട്ടോ. ഇത് അത്യാവശ്യം മണ്ണും ഇതൊക്കെ പൊടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ അലക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ്. ഈ 2 ഇലയേ ഉള്ളൂ കേട്ടോ. ഈ ഇലയുടെയും കാര്യം എനിക്ക് തോന്നുന്നു പരിതാപകരമാണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ഇപ്പം പ്ലാന്റ് ഇരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇത് റിഡക്ഷൻ സെയിൽ ആയതുകൊണ്ടാണ് കേട്ടോ ഈ റേറ്റ്. നിങ്ങൾക്ക് അറിയാലോ ഈ റേറ്റ് വരുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സുകളൊക്കെ ആയതുകൊണ്ടാണ്. ഇത് നമ്മുടെ ഒരു അഗ്ലോണിമ വെറൈറ്റി. ഇത് ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. 1-2 പ്ലാന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു വെറൈറ്റി
ഇതും 120 രൂപ കേട്ടോ ഇതിന് വരുന്നത്. പിന്നെ വരുന്നത് ദാ ഇത് നമ്മളുടെ ഫൈക്കസ് വെറൈറ്റി, ഫൈക്കസ് റബ്ബർ പ്ലാന്റ്, നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞ റബ്ബർ പ്ലാന്റ്. ഇതാ ഈ സെയിം പ്ലാന്റ് കേട്ടോ, 3 സ്റ്റെമ്മായിട്ട് ഇങ്ങനെ വരുന്ന സെയിം പ്ലാന്റ് 120 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതാ ഇത് സെയിം, ഇത് ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയതാന്ന് തോന്നുന്നു, വന്നപ്പോ ഒടിഞ്ഞു പോയത് അങ്ങനെയാണ് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മളുടെ കലാഡിയം വെറൈറ്റി. കലാഡിയം ഈ സെയിം ഇതല്ല കേട്ടോ, ഇത് ഈ പാറ്റേൺ നോക്കിയാൽ മതി. ഈ സെയിം പാറ്റേൺ ഒരു പോട്ടിൽ 2 എണ്ണമായിട്ടാണ് വരുന്നത്. ഇത് നമ്മളുടെ തായ്ലൻഡ് വെറൈറ്റി തന്നെയാണ്. ഇത് നേരത്തെ കഴിഞ്ഞ മുമ്പത്തെ വർഷം എന്താണ്ട് വന്ന് കിടന്നതായിരുന്നു, കാണാതെ ഇരിക്കുന്നതായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ തപ്പി പിടിച്ചതാണ് ഞാൻ. ഇത് വരുന്നത് 120 ആണ് കേട്ടോ. 2 പ്ലാന്റുകളാണ്, 2 ഷൂട്ടുകളായിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നല്ലോ CC പ്ലാന്റ്, ഇത് കാണിച്ചായിരുന്നല്ലോ. ഇത് കാണിച്ചായിരുന്നല്ലോ. ഇത് കൂടാതെ ഇതും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, വേറൊരു പ്ലാന്റും കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്, 70 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതിന് 70 രൂപ. പിന്നെ അഗ്ലോണിമ വെറൈറ്റി. അഗ്ലോണിമ ഈ ഒരു വൈറ്റ് സ്റ്റെമിൻ്റെ നാരോ ലീഫിൻ്റെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. സ്റ്റോക്കിലല്ല, സ്റ്റോക്ക് തന്നെയാണ് വന്നേക്കുന്നത്. അല്ല ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ കേട്ടോ. ഇത് 2 എണ്ണമാണ് വരുന്നത്. ഇത് 120 രൂപയുടെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. 2 എണ്ണം, ഒരു പോട്ടിൽ 2 എണ്ണം ആയിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് ഒരു അഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ പോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ലതായിട്ട്, എന്താ പറയുക, ഞാൻ അതിൻ്റെ ഫോട്ടോ കൊടുത്തേക്കാമേ. നല്ല വലിപ്പമായിട്ട് നമുക്ക് ഗേറ്റിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ലോണിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വലിയ ചട്ടിയിലൊക്കെ ആക്കി കഴിഞ്ഞാൽ നല്ല വലിപ്പം വെച്ച് ഇലകൾ ഇങ്ങനെ വലിയതായിട്ട് പൈനാപ്പിളിൻ്റെ ഇല പോലെ നല്ല രസമായിട്ട് വരുന്ന അങ്ങനെയുള്ള പ്ലാന്റിൻ്റെ ചെറിയ തൈയാണ് ഇത് വരുന്നത്. ഇതിങ്ങനെ 2 എണ്ണമാണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് കേട്ടോ. നല്ല റേറ്റുള്ള പ്ലാന്റും കൂടിയാണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഈ ഒരു ഇതാണ്, ഈ ഒരു 2 സൈസിൽ കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ്, ഇത് നമ്മളുടെ കലാത്തിയ വെറൈറ്റിയാണ്. കലാത്തിയുടെ ഇത് എന്തായാലും മിനിമം 2 ഷൂട്ട് ഉണ്ടാവും. ഇതിലിപ്പോൾ 2 ഷൂട്ടും പിന്നെ ഇത് ബേബി പ്ലാന്റുകളും മുളച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈസിലൊക്കെ ഉള്ള പ്ലാന്റ് ഇത് 120 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. 120, 120. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് റേറ്റുകളും ഇതൊക്കെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കാറ്റലോഗൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. പിന്നെ ഇനി കാണിക്കാനുള്ളത് ഈ 2 പ്ലാന്റുകളാണ്. ഇത് ഓക്കെ, ഇത് എൻ്റെ ഒരു ഇൻഡോറിലേക്ക് ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന എൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് ഓക്കെ, നല്ല രസമുള്ള നമ്മുടെ ഹോമിലോമിന വെറൈറ്റിയാണ്. ഇത് നമ്മൾ മുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ ഹൈറ്റ് കുറഞ്ഞാക്കി എടുത്തേക്കുന്നതാണ്. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെങ്കിൽ ആ ഒരു തണ്ട് വെച്ചിട്ട് മുറിച്ചെടുത്ത് നട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വേര് പിടിച്ചോളൂ കേട്ടോ. വേര് വേണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇത് കണ്ടത് ഇത്രയും ഇതാണ് വന്നേക്കണേ. 1, 2, 3, 4 പ്ലാന്റുകൾ ചേർന്നിട്ടാണ് ഇത്രയും ഭംഗിയിൽ വന്നേക്കുന്നത് കേട്ടോ. ഇത് സെയിലിനുള്ള പ്ലാന്റ് അല്ല, ഞാനിത് എൻ്റെ ഇൻഡോറിൽ വെച്ചേക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഇതിൻ്റെ തൈകൾ കുറച്ചിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചത്. കാറ്റലോഗിൽ ഇടാൻ വിട്ടുപോയ പ്ലാന്റുകളാണ്. അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ. നമുക്ക് വലിയ പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് വലിയ പ്ലാന്റുകൾ വിടാൻ പറ്റത്തില്ല. കാരണം ഇത് ഇത്രയും സ്റ്റെം ഇങ്ങനെയൊക്കെയാണല്ലോ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഒടിയാനുള്ള സാധ്യതയുണ്ട്, നല്ല നീളം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയക്കുക. ഇതും കുറച്ചും കൂടെ വലിപ്പം കൂടെ ഉണ്ടാവും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ചെറിയ പ്ലാന്റുകളാണ്. 80 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഈ പ്ലാന്റുകൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കി എടുക്കാം, പെട്ടെന്ന് വലുതായിക്കോളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ചെടി വാങ്ങിച്ച് നട്ടതാണ് ഇത്. അത് വർഷങ്ങൾക്ക് മുമ്പ് നട്ടതാണ്. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുമ്പ്. അപ്പോൾ അങ്ങനെ വന്നതാണ് ഇത്രയും നല്ല പ്ലാന്റുകളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാം. പിന്നെ ഒരു പ്ലാന്റ് ഉള്ളത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ ഞാറ്റുവേലയൊക്കെയാണല്ലോ, നമുക്ക് എന്ത് പച്ചക്കറികളും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന സമയമാണ്. ഇത് നോക്കിയേ, ഇത് എന്താണെന്ന് മനസ്സിലായോ?
ഇത് ചീരച്ചേമ്പാണ് വരുന്നത് കേട്ടോ. ചീരച്ചേമ്പാണ്. നല്ല ഭംഗിയിൽ നമുക്ക് ചെടിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ നമുക്ക് വെക്കാം. വലിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മുറ്റത്ത് സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് നമുക്ക് എടുത്തിട്ട് കറി വെക്കാൻ പറ്റും കേട്ടോ. തണ്ടും ഇലയും ഒക്കെ കൂടെ എടുത്ത് നമ്മൾ ചീര കറി വെക്കുന്നത് പോലെ നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങയിട്ട് നമുക്ക് തോരൻ വെക്കാൻ പറ്റും. മുട്ടയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ്, ചീരയുടെ ഒക്കെ ടേസ്റ്റാണ് വരുന്നത് കേട്ടോ. തണ്ടും ഒക്കെ കറി വെക്കാൻ പറ്റും. ഇതിന് അധികം കിഴങ്ങുണ്ടാവില്ല കേട്ടോ. നമ്മൾ മറ്റുള്ള ചേമ്പ് പോലെ കിഴങ്ങുണ്ടാവില്ല. ചീരച്ചേമ്പ് എന്നാ പറയുന്നത് കേട്ടോ. കിഴങ്ങുണ്ടാവില്ല, ചെറിയ കിഴങ്ങുണ്ടാവും. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ കിഴങ്ങ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം, കറിക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഭംഗിക്കും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം. നമുക്ക് ഇങ്ങനെയും സെറ്റ് ചെയ്യാം, കറിയും വെക്കാം. ഞാൻ ഇനിയിപ്പോൾ ഇതിപ്പോൾ നട്ടുപിടിപ്പിച്ചതല്ല കേട്ടോ. ഞാനിത് പറമ്പിൽ നിന്നപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തതാണ് നല്ല രസമായിട്ട്. അപ്പോൾ നമുക്ക് ഇതെടുത്ത് തോരനൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ തൈയാണ് ഇത് വരുന്നത്. ഇതാ ഇത് കണ്ടോ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. ഈ സൈസ് ചിലപ്പോൾ ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഈ പ്ലാന്റുകൾ ഇത് കണ്ടോ, ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ അയച്ചാലും കുഴപ്പമില്ല. ഈ കൂമ്പ് മാത്രം നിന്നാൽ മതിയല്ലോ, അടിഭാഗം നിന്നാൽ മതിയല്ലോ. അങ്ങനെ ഇത്രയും വെച്ചിട്ട് വേറെ പ്ലാന്റുകളൊന്നും ഇല്ലെങ്കിൽ, ഇത്രയും നീളമുള്ള പ്ലാന്റുകൾ ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും കേട്ടോ വിടുന്നത്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഇലകളൊന്നും മടക്കി വെച്ചിട്ട് അങ്ങനെയായിട്ടായിരിക്കും വിടുന്നത് കേട്ടോ. ഇലയുടെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് വരുമ്പോൾ അതെടുത്ത് വേണമെങ്കിൽ കറി വെക്കാം. മുട്ടയൊക്കെ ഇട്ടിട്ട് ഒന്ന് തോരൻ വെക്കാനുള്ളതുണ്ടല്ലോ, തോരൻ ഉണ്ടാക്കാനുള്ളത്. ബാക്കി എടുത്ത് നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ച് വന്നോളൂ കേട്ടോ. 80 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളൊരു മെസ്സേജ് ചെയ്തോളൂ. എനിക്ക് നേരത്തെ ഒത്തിരി പേര് ഇത് ചീരച്ചേമ്പ് ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് വരാറുണ്ട്. ഈ ചില വീഡിയോകളൊക്കെ വൈറലാകുമ്പോഴാണെന്ന് തോന്നുന്നു നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചോട്ട് വരാറ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാണിക്കാനുള്ള. ബാക്കി കാറ്റലോഗിലുള്ള പ്ലാന്റ്സുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുള്ളവർ കാറ്റലോഗിൽ നോക്കിക്കോളൂ കേട്ടോ. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി എടുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ വാട്സാപ്പിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക. കുറച്ച് പ്ലാന്റ്സുകളേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.